വിട്ടൊഴിഞ്ഞു മാറാനേ നാം ശ്രമിക്കത്തുള്ളൂ. അപ്പം പാപത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു മാറാതെ ഒരാളിൽ ആത്മാവ് ഇറങ്ങുകയാണെങ്കിൽ അത് പരിശുദ്ധാത്മാവായിരിക്കത്തില്ല, അശുദ്ധാത്മാവായിരിക്കും. അങ്ങനെ ഉള്ളവരെയാണ് യേശുക്രിസ്തു വചനത്തിൽ പറയുന്നത്. പിന്നെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സുഖമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിക്രമം പ്രവർത്തിച്ചവരെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല, എന്നെ വിട്ട് പോകുന്നു എന്ന് ഞാൻ പറയും എന്ന് യേശു പറഞ്ഞു. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, അശുദ്ധങ്ങൾ ചെയ്യുകയും അശുദ്ധ പ്രവൃത്തികൾ ഇരുന്നിട്ട് പരിശുദ്ധാത്മ പ്രാപിച്ചു എന്നിരുന്നാൽ നാം കബളിപ്പിക്കപ്പെട്ടു പോകും. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, യഥാർത്ഥ ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ വരികയും ഒരു ശുദ്ധമായ ഒരു ഹൃദയത്തിലെ പരിശുദ്ധാത്മാവ് തങ്ങുകയുള്ളൂ. ആ ഒരു അശുദ്ധമായ ഒരു സ്വഭാവമുള്ളവരുടെ ഹൃദയത്തിൽ ഒരിക്കലും പരിശുദ്ധാത്മാവിന് തങ്ങുവാൻ സാധിക്കത്തില്ല. അപ്പോൾ മരം എങ്ങനെ ഉള്ളത് എന്ന് ഫലം കൊണ്ട് മനസ്സിലാക്കാം എന്ന് വചനം പറയുന്നു. അപ്പോൾ ഒരു മരം നാമത്തിലുള്ള